നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അഴീക്കോട് തുറമുഖത്തെ കാറ്റ് ഇടത്തോട്ടോ വലത്തോട്ടോ? UDF സ്ഥാനാർത്ഥി KM ഷാജിയെ LDF സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ നേരിടുമ്പോൾ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതം. പരമാവധി വോട്ടുകൾ പിടിച്ച് സാന്നിധ്യമറിയിക്കാൻ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AV കേശവനും എത്തുമ്പോൾ അഴീക്കോട് നടക്കുക ശക്തമായ ത്രികോണ മത്സരം. കോൺഗ്രസിൽ പ്രതിഷേധം നിലനിൽക്കെ തളിപ്പറമ്പിൽ പ്രചാരണത്തിനായി രാജേഷ് നമ്പ്യാർ ഗോദയിലിറങ്ങി. വ്യക്തിത്വത്തെ വിലയിരുത്തി കിട്ടിയ അംഗീകാരമായാണ് സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നതെന്നും കേരള കോൺഗ്രസിന്റെയും UDFന്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും രാജേഷ് നമ്പ്യാർ. മുസ്ലിം ലീഗ് കേന്ദ്രമായ ആലക്കോട് കുട്ടാപ്പറമ്പിൽ KC ജോസഫിനെതിരെ പോസ്റ്റർ. ലീഗ് സ്ഥാനാർത്ഥികളെ കാലുവാരി തോൽപ്പിച്ച വികസന വിരോധി KC ജോസഫിനെ പരാജയപ്പെടുത്തണമെന്ന് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഒരു വിഭാഗം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പേരിൽ. ദേശീയപാത കീച്ചേരിയിൽ കാർ മറിഞ്ഞ് 2 പേർ മരിച്ചു. മരിച്ചത് തൃക്കരിപ്പൂർ സ്വദേശികൾ. 6 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. വിശദമായ വാർത്തകളിലേക്ക്. അഴീക്കോട് തുറമുഖത്തു നിന്നും വീശുന്ന കാറ്റ് ഇക്കുറി ആരെ തുണക്കും? കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു തുറമുഖമുള്ളൊരു നാട്ടിൽ LDF ആണോ UDF ആണോ നങ്കൂരമിടുക? ഈ ചോദ്യത്തിന് ഇക്കുറി ഏറെ പ്രസക്തിയുണ്ട്. സിറ്റിംഗ് MLA KM ഷാജിയാണ് ഒരു വശത്ത്. കേരള രാഷ്ട്രീയത്തിൽ സിംഹമായിരുന്ന MVRന്റെ മകൻ MV നികേഷ് കുമാർ മറുവശത്തും. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A കേശവൻ കൂടി ഗോദയിലിറങ്ങുമ്പോൾ അഴീക്കോട് മണ്ഡലത്തിൽ നിന്നും ഉയരുന്ന തീപ്പൊരി കേരള രാഷ്ട്രീയം ഏറെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. വയനാടൻ മലനിരകളിറങ്ങി വന്ന സ്ഥാനാർത്ഥി എന്തിനിവിടെ എന്നായിരുന്നു കഴിഞ്ഞ തവണ ഇടതുപക്ഷം ചോദിച്ചത്. എന്നാൽ KM ഷാജി അഴീക്കോട് മണ്ഡലത്തിൽ കൊടികുത്തിയാണ് വിജയിച്ചു കയറിയത്. ചുവപ്പൻ മണ്ഡലം എന്ന് പേരുകേട്ട അഴീക്കോട് കഴിഞ്ഞ തവണ M പ്രകാശിനെ 493 വോട്ടിനാണ് KM ഷാജി തോൽപ്പിച്ചത്. അത് പാർട്ടിക്ക് ഏറെ ക്ഷീണമായി. ഇക്കുറിയും KM ഷാജി തന്നെ സ്ഥാനാർത്ഥി. ഏറെ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. ചില പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. KM ഷാജിയുടെ ഈ വാക്കുകൾ പ്രസക്തമാണ്. നല്ല ഫീഡ്ബാക്കാണ്. ഒന്നാമത് ഞാൻ പ്രചരണത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു MLA എന്നുള്ള നിലക്ക് ഞാനിങ്ങനെ എൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകളായിരുന്നു ഇതുവരെ. കാരണം എൻ്റെ മണ്ഡലത്തിൽ ഞാനിപ്പോഴും MLA ആണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വർക്കുകളുടെ മോണിറ്ററിങ്ങുമായിട്ടുള്ള യാത്രകളാണ്. ഞാൻ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന് അഴീക്കൽ പോർട്ടാണ്. അതിൻ്റെ മേജർ പോർട്ടായിട്ട് പ്രഖ്യാപിച്ചു. നാളത്തെ അഴീക്കോട്ടുകാരൻ എന്താണ് കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഭാവിക്ക് അഴീക്കൽ പോർട്ട് മാത്രമാണ്, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, ജനങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അസസ് ചെയ്യേണ്ട ജനങ്ങളാണ്. അതുകൊണ്ട് ജനങ്ങളിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ നേരത്തെ പറയുമ്പോൾ പല ജില്ലയിൽ അങ്ങനെ പലരും പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരാണ്. പക്ഷേ ഞാൻ ഇന്ന് അഴീക്കോട്ടുകാരനാണ്. എനിക്കിവിടെ വീടുണ്ട്. ഞാനിവിടെ ജനങ്ങളോട് വാക്ക് പറഞ്ഞവരോട് താമസിക്കുന്നുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് എപ്പോഴും ഞാൻ റീച്ചബിളാണ്. അങ്ങനൊരു പ്രശ്നമില്ല. അതുകൊണ്ട് വിജയപ്രതീക്ഷ നന്നായിട്ടുണ്ട്. നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ് KM ഷാജി. ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇക്കുറി മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. 1987 MV രാഘവൻ ജയിച്ചു കയറിയ മണ്ഡലമാണ് ഇത്. പിന്നീട് MV രാഘവനെ CPM പുറത്താക്കി എന്നതും ചരിത്രം. ഇക്കുറി CPM പിന്തുണയിൽ MV രാഘവന്റെ മകൻ MV നികേഷ് കുമാർ അഴീക്കോട് മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്നു എന്നതും ചരിത്രം. നികേഷ് കുമാറിനെ ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ല. പ്രശസ്ത മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ വോട്ട് തേടി ഇറങ്ങിയത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അഴീക്കോട് നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനം മാത്രമാണ് എൻ്റെ അജണ്ട. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായി നിയോഗിക്കപ്പെട്ടതിൻ്റെ കാരണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് സ്ഥാനാർത്ഥിയാകാൻ തയ്യാറുണ്ട് എന്ന എൻ്റെ മറുപടിക്ക് ആധാരം എന്ന് പറയുന്നത് ദേശീയ സംസ്ഥാന സാഹചര്യമാണ്. ഇനി പൊതുസമൂഹത്തിനിടയിൽ ഇറങ്ങുക, ഈ ദുർഭരണത്തെ വലിച്ചു താഴെയിടുക, പുതിയ അധികാരം ഇടതുപക്ഷത്തെ ഏൽപ്പിക്കുക എന്ന ഒറ്റ ദൗത്യം മാത്രമേ ഉള്ളൂ. ബാക്കി വിവാദ വിഷയങ്ങൾ അതൊക്കെ തന്നെയും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചർച്ച ചെയ്തോളട്ടെ. എനിക്കതിലൊന്നും യാതൊന്നും പറയാനില്ല. ഇടതും വലതും മുന്നണികൾ പലവട്ടമായി പരീക്ഷണം നടത്തി. ഇക്കുറി വോട്ടർമാർ തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AV കേശവൻ. BJP ഇവിടെ അഴീക്കോട് നിയോജകമണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത്
വിജയപ്രതീക്ഷയായിട്ടല്ല, വിജയിക്കാൻ വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട അഴീക്കോട് നിയോജകമണ്ഡലത്തിൽ പറഞ്ഞെങ്കിൽ ആ കോട്ടകൾക്കൊക്കെ ഇപ്പോൾ ഓട്ട വീണ് കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വൻ തകർച്ച അഴീക്കോട് നിയോജകമണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ മുഴുവൻ നിഷ്പക്ഷമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവർ വളരെ നിശബ്ദമായിട്ട് അവർ പ്രതികരിക്കുന്നുണ്ട്. UDFിൻ്റെ പ്രവർത്തന രീതിയും LDFിൻ്റെ പ്രവർത്തനങ്ങളും കൊണ്ട് അതിൽ നിന്നും മനമെടുത്ത ഭൂരിപക്ഷമുള്ള നിഷ്പക്ഷർ ഇപ്രാവശ്യം BJPയുടെ കൂടെ നിൽക്കും എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അഴീക്കോട് താമരവിരിയിലെന്ന് പലർക്കും അറിയാം. എന്നാൽ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AV കേശവൻ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരമാണ് അഴീക്കോട് മണ്ഡലത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പ്രവചനാതീതമായ ഫലമാണ് അഴീക്കോട്ടേതെന്ന്. സീൽ ന്യൂസ്, കണ്ണൂർ. കോൺഗ്രസിൽ നിന്ന് തന്നെ പ്രതിഷേധം നിലനിൽക്കുമ്പോഴും UDFിലെ മുതിർന്ന നേതാക്കളെ കാണാൻ രാജേഷ് നമ്പ്യാർ തളിപ്പറമ്പിലെത്തി. UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന രാജേഷ് നമ്പ്യാർ പുതിയ ഖദർ ഷർട്ടുകൾ തയ്ക്കാൻ കൂടിയാണ് തളിപ്പറമ്പിലെത്തിയത്. തളിപ്പറമ്പ് നഗരത്തിൽ കാലുകുത്തിയപ്പോൾ തന്നെ ഭാഗ്യപരീക്ഷണം തേടുന്ന ലോട്ടറിയുമായി വിൽപ്പനക്കായി ഒരു സ്ത്രീ രാജേഷ് നമ്പ്യാരുടെ മുന്നിലെത്തി. അവരിൽ നിന്നും ലോട്ടറി ടിക്കറ്റ് വാങ്ങിയ അദ്ദേഹം പുതിയ ഷർട്ടുകൾ തയ്ക്കാൻ കാവിൽ കോംപ്ലക്സിലെ ടൈലർ ഷോപ്പിലെത്തി. സ്ഥാനാർത്ഥിയായതിനു ശേഷം മാത്രമേ സ്ഥാനാർത്ഥിക്കുപ്പായം തയ്ക്കാൻ പാടുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാനിപ്പം ഒരു സ്ഥാനാർത്ഥി കുപ്പായം നമ്മൾ ഇവിടുത്തെ സീനിയർ ലീഡറുടെ നേതൃത്വത്തിൽ തുന്നാൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് തുന്നി കിട്ടുന്നോ അന്ന് നമ്മളെ പ്രവർത്തനം ആരംഭിക്കും. പിന്നെ പലർക്കും സ്ഥാനാർത്ഥി കുപ്പായം തയ്ച്ചിട്ട് അവസരം കിട്ടാതെ പോയിട്ടുണ്ട്. അത് അവരെ ഒരു ഇൻ്റലക്ച്വൽ ഫെയിലിയറാണ്. സാധാരണ സ്ഥാനാർത്ഥി ആയതിനു ശേഷം സ്ഥാനാർത്ഥി കുപ്പായം തയ്ക്കാൻ പാടും. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ സന്ദേശമായിക്കോട്ടെ. ഇനി കേരളത്തിൽ ഇനിയൊരു സ്ഥാനാർത്ഥിയും നേരത്തെ കുപ്പായം തയ്ക്കാൻ പാടില്ല. തുടർന്ന് അദ്ദേഹം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV മുഹമ്മദ് കുഞ്ഞിയുടെ വീട് സന്ദർശിച്ചു. നഗരസഭയിലെത്തി മഹമ്മൂദ് അള്ളാങ്കുളത്തെയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവുമായ ജോർജ് വടകര, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PM പ്രേംകുമാർ എന്നിവരെയും സന്ദർശിച്ചു. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉന്നയിപ്പിക്കുകയാണ് ലക്ഷ്യം. വരും ദിവസങ്ങളിൽ തുടർ പ്രചരണങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. വ്യക്തിത്വത്തെ വിലയിരുത്തി കിട്ടിയ അംഗീകാരമായാണ് സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നതെന്ന് തളിപ്പറമ്പ് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജേഷ് നമ്പ്യാർ. UDFിന്റെയും കേരള കോൺഗ്രസിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ താൻ ബാധ്യസ്ഥനാണെന്നും രാജേഷ് നമ്പ്യാർ. തളിപ്പറമ്പ് മണ്ഡലത്തിലെ റിസൾട്ട് ഒരു ഞെട്ടലായിരിക്കുമെന്നും രാജേഷ് നമ്പ്യാർ പറഞ്ഞു. ഇല്ല, അങ്ങനെ പൈസ കൊടുത്ത ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു കീഴ്വഴക്കം ഇന്ത്യയിൽ എവിടെയും ആരും അനുഭവിച്ചതായിട്ട് അറിയില്ല. അത് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. പൂർണ്ണമായി ഞാൻ അതിനെ നിഷേധിക്കുന്നു. ഞാനത് ഇതിനു മുമ്പേ പറഞ്ഞതുപോലെ ഇത്തരം ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയത് എന്നെ വിലയിരുത്തി എനിക്ക് തന്ന ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. ഞാനിതിനു വേണ്ടി ഒരു പൂച്ചെണ്ട് പോലും പൈസ കൊടുത്ത് വാങ്ങി ചെലവഴിച്ചതായിട്ടുള്ള ഒരു സാഹചര്യമില്ല. ഞാൻ പറയുന്നത് പിന്നെ UDFിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കാൻ ബാധ്യസ്ഥനാണ്. എന്താണോ UDFും കേരള കോൺഗ്രസും എനിക്ക് തരുന്ന നിർദ്ദേശം അത് ഞാൻ ഒബെയ്യും. ഞാൻ നേരത്തെ പറയുന്ന പോലെ ഞാനൊരു പൂർവ്വ സൈനികനാണ്. അപ്പോൾ എനിക്ക് നിർദ്ദേശം ലഭിച്ചാൽ അതിനെ കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം രാഷ്ട്രീയമായി പറയേണ്ടുന്ന മറുപടിയാണെന്നും അത് UDF നേതാക്കൾ കൈകാര്യം ചെയ്യുമെന്നും പ്രതികരിക്കേണ്ട വേദികളിൽ അവർ പ്രതികരിക്കേണ്ടതായിരുന്നെന്നും പോസ്റ്റർ ഒട്ടിച്ചത് ആരാണെന്നതിന് തെളിവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അത് രാഷ്ട്രീയമായിട്ട് പറയേണ്ട ഒരു മറുപടിയാണ്. നമ്മളെ UDFിൻ്റെ നേതൃത്വവും ഒപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ നേതൃത്വം ഇവിടുത്തെ നമ്മളെ സന്നദ്ധരായ നേതാക്കന്മാരും അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിൽ ഒരു രാഷ്ട്രീയപരമായ ചോദ്യത്തിന് എനിക്കതിൽ പരിഭവമേ ഇല്ല. അങ്ങനെ ഒരു എതിർപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ഞാൻ അങ്ങനെ അനുഭവിക്കുന്നുമില്ല. അപ്പോൾ അത് എന്താണ് അതിന്റെ ആ ചർച്ച എന്നുള്ളത് എനിക്കറിയില്ല. താനൊരു അധോലോക നായകനോ വൻ വ്യവസായിയോ അല്ലെന്നും സാധാരണ കർഷകനാണെന്നും ഒരു സന്നദ്ധ സംഘടന ഇന്ത്യയിൽ പടർന്നു പന്തലിപ്പിക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. അഴീക്കോട് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ കീച്ചേരി, പാപ്പിനിശ്ശേരി മേഖലകളിൽ പ്രചരണം തുടങ്ങി. വീടുകൾ കയറി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും യുവാക്കൾക്കും കുട്ടികൾക്കുമൊപ്പം സെൽഫി എടുത്തും ഏറെ സൌഹൃദത്തോടെയാണ് നികേഷ് കുമാറിന്റെ പ്രചരണം. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് അഴീക്കോട് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ. ടെലിവിഷനിൽ മാത്രം കണ്ട നികേഷ് കുമാറിനെ നേരിൽ കണ്ടതിന്റെ സന്തോഷം പല വോട്ടർമാരുടെ മുഖത്ത് ഉണ്ടായിരുന്നു. പിന്നീട് സ്ഥാനാർത്ഥിയോടൊപ്പം സെൽഫി എടുക്കാനുള്ള തിരക്ക്. വിവിധ കച്ചവട സ്ഥാപനങ്ങളിലും ഓട്ടോ തൊഴിലാളികളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു.
എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ആവേശോജ്വലമായ സ്വീകരണമാണ് MV നികേഷ് കുമാറിന് ലഭിച്ചത്. പിന്നീട് അടുത്ത പ്രചരണ കേന്ദ്രത്തിലേക്കുള്ള യാത്ര. സീൽ ന്യൂസ്, ധർമ്മശാല. ഹരിത തെരഞ്ഞെടുപ്പ് സന്ദേശമുയർത്തി 120-ലധികം ചുവരെഴുത്തുകളാണ് ബക്കളത്ത് ഒരുക്കിയിരിക്കുന്നത്. ബക്കളം സ്വദേശികളായ മുത്തർ രാഘവനും MK സുരേഷുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പ്രചരണ രംഗത്ത് നിന്നും ചുവരെഴുത്തുകൾ ഫ്ലക്സിന് വഴിമാറിയ കാലത്താണ് ജില്ലാ ഭരണകൂടം ഹരിത തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് വന്നത്. 65-കാരനായ മുത്തർ രാഘവൻ ചുവരെഴുത്ത് തുടങ്ങിയത് 45 വർഷങ്ങൾക്ക് മുമ്പാണ്. അല്ല, ഇന്നിപ്പോൾ കൂടുതൽ ഫ്ലക്സല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ പ്ലാസ്റ്റിക് മുക്തമായിട്ട് ഉണ്ടാകണമെന്നില്ല സർക്കാരിൻ്റെ നിയമമുണ്ട്. അവിടെ പരമാവധി സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ചുമര് എഴുതാൻ തീരുമാനിച്ചത്. കാലങ്ങളിലൊക്കെ പെട്രോൾ മാക്സ് ഉപയോഗിച്ചിട്ടാണ് എഴുതാൻ പോലെ രാത്രി 2 മണി വരെ. ഞാൻ 1966 മുതൽ തുടങ്ങി എഴുതാൻ. ഞാൻ ഈ കാസർഗോഡ് തലശ്ശേരി വരെ പോയിട്ടുണ്ട് എഴുതാൻ. പെട്രോമാക്സിന്റെയും മണ്ണെണ്ണ വിളക്കിന്റെയും അരണ്ട വെളിച്ചത്തിൽ ചുവരെഴുതിയ കാലത്ത് നിന്ന് തുടങ്ങിയതാണ് ഇവരുടെ ചുവരെഴുത്ത്. പണ്ടുകാലങ്ങളിൽ എല്ലാ പരിപാടികൾക്കും ചുവരെഴുത്തുണ്ടായിരുന്നു. എന്നാൽ ഇത് ക്രമേണ ബാനറിനും പിന്നീട് ഫ്ലക്സിനും വഴിമാറി. കലാവിരുതിൽ മനോഹരമാകുന്ന ചുവരെഴുത്തും ഈ തെരഞ്ഞെടുപ്പ് ചൂടിലും മായാത്ത കയ്യൊപ്പുകളായി അവശേഷിക്കുന്നു. സീൽ ന്യൂസ്, തളിപ്പ. മുസ്ലിം ലീഗ് കേന്ദ്രമായ ആലക്കോട് കുട്ടാപ്പറമ്പിൽ KC ജോസഫിനെതിരെ ബാനർ പ്രത്യക്ഷപ്പെട്ടു. ഒരു വിഭാഗം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കടുത്ത വിമർശനവുമായി ബാനർ സ്ഥാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെയോടെ കുട്ടാപ്പറമ്പ് ജുമാ മസ്ജിദിന്റെ എതിർവശത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തായാണ് ബാനർ സ്ഥാപിച്ചത്. ലീഗ് സ്ഥാനാർത്ഥികളെ കാലുവാരി തോൽപ്പിച്ച വികസന വിരോധി KC ജോസഫിനെ പരാജയപ്പെടുത്തുക എന്നാണ് ബാനറിൽ എഴുതിയിരിക്കുന്നത്. കുട്ടാപ്പറമ്പിൽ നിന്ന് പരപ്പയിലേക്കുള്ള റോഡ് തകർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണിക്കാവശ്യമായ ഫണ്ട് അനുവദിക്കാൻ മന്ത്രിയായിരുന്ന KC ജോസഫ് തയ്യാറായില്ല. നിരവധി തവണ പ്രാദേശിക ലീഗ് നേതാക്കൾ മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും അനുകൂലമായ സമീപനം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞങ്ങളെ ഡിമാൻഡുകൾ 35 വർഷമായിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിന്റെ പേര് ഞങ്ങൾ ഇനി അയാളെ തന്നെ തുടർച്ചയായിട്ട് സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള യാതൊരു താല്പര്യവും ലീഗിനില്ല. 35 വർഷത്തോളമായിട്ട് ഞങ്ങളുടെ ഈ മേഖലയിലുള്ള UDFന്റെ ഒരു വോട്ട് പോലും ചോരാതെ, അല്ലെങ്കിൽ ഏത് പ്രായം ആധിക്യം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ പോലും ഞങ്ങൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ടും വണ്ടിയിലുമായിട്ട് വോട്ട് ചെയ്യിപ്പിച്ച ഒരു പാരമ്പര്യമാണ് ഈ കുട്ടാപ്പറമ്പിനെ സംബന്ധിച്ചുള്ളത്. ഇങ്ങനെയുള്ള വികസന കാര്യത്തിന്റെ പിന്നോട്ട് പോക്ക് കൊണ്ട് എല്ലാവരും ഒരു താല്പര്യക്കുറവാണ് കാണിക്കുന്നത്. 30 വർഷം MLA ആയും 5 വർഷം മന്ത്രിയായും പ്രവർത്തിച്ച KC ജോസഫ് പ്രദേശത്തെ വോട്ടർമാരുടെ വികാരം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉറക്കം വിളിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നും പ്രവർത്തകർ പറഞ്ഞു. മലയോരത്തെ ലീഗ് അണികളെ കൂടെ നിർത്താൻ കഴിയാതെ ഏറെ വിയർപ്പൊഴുക്കേണ്ട അവസ്ഥയിലാണ് UDF നേതൃത്വം. സീൽ ന്യൂസ്, ആലക്കോട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊളച്ചേരി ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൊളച്ചേരി മുല്ലക്കൊടി ബാങ്ക് ഹാളിൽ നടന്നു. CPI ജില്ലാ കമ്മിറ്റി അംഗം C രവീന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന തലത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം വിശദീകരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായുള്ള കൊളച്ചേരി ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. കൊളച്ചേരി പഞ്ചായത്ത് LDF ചെയർമാൻ PV ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PV കുഞ്ഞിരാമൻ, K ചന്ദ്രൻ, PV വത്സൻ മാസ്റ്റർ, EV കരുണാകരൻ, M ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സീൽ ന്യൂസ്, കമ്പിൽ. ദേശീയപാത കീച്ചേരിയിൽ കാർ മറിഞ്ഞ് 2 പേർ മരിച്ചു. തൃക്കരിപ്പൂർ നടക്കാവ് ഈയക്കാട്ടെ ബാബു, ഭാര്യ മാതാവ് തൈവളപ്പിൽ ലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ദേശീയപാത കീച്ചേരി വളവിൽ പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ദുബായിൽ നിന്നും വരികയായിരുന്ന ബാബുവിനെ എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ച ടവേര കാർ അപകടത്തിൽപ്പെട്ടത്. കാർ പൂർണ്ണമായും തകർന്നു. നിയന്ത്രണം വിട്ട കാർ 2 തവണ തലകീഴായി മറിഞ്ഞതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. വളപട്ടണം പോലീസ് സ്ഥലത്തെത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിച്ചത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ മറ്റുള്ളവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. നടുവിൽ പള്ളിത്തൊട്ടിൽ വെച്ച് വിമുക്തഭടനെ കുത്തിക്കൊന്ന കടുപ്പിൽ ബെന്നിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രതി ബെന്നിയുടെ പിതാവിന്റെ സഹോദരൻ കടുപ്പിൽ ജോസഫിനെ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ഇയാൾ കുത്തിക്കൊന്നത്.
കടുപ്പിൽ പെന്നിക്കായി ബന്ധുവീടുകളും മറ്റും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊലപാതകത്തിന് ശേഷം ചെമ്പൻതൊട്ടി ടവറിന് കീഴിലാണ് ഇയാളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. സംഭവ ദിവസം വൈകിട്ട് 3:30 ശേഷം ബെന്നിയുടെ ഫോൺ സ്വിച്ച് ഓഫുമാണ്. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. സീൽ ന്യൂസ്, നടുവിൽ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വിദൂര വിദ്യാഭ്യാസ മേഖലയിലെ 2100ഓളം വരുന്ന 2ാം വർഷ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പേപ്പർ സെക്കൻഡിന്റെ ഉത്തരക്കടലാസ് കൌണ്ടർ ഫോയിൽ നഷ്ടപ്പെട്ട സംഭവത്തിലെ ദുരൂഹത അകറ്റണമെന്നും യൂണിവേഴ്സിറ്റി അധികൃതർ നടത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും KSU ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് പറഞ്ഞു. സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് പരീക്ഷാ വിഭാഗം ചുമതലയിൽ നിന്ന് പരീക്ഷാ കൺട്രോളറെ മാറ്റി നിർത്തണമെന്നും സുദീപ് ജെയിംസ് ആവശ്യപ്പെട്ടു. കൌണ്ടർ ഫോയിൽ കാണാതായത് മൂലം മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകൾ ഏത് വിദ്യാർത്ഥിയുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമൂലം ഫലപ്രഖ്യാപനം വരെ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കൌണ്ടർ ഫോയിൽ നഷ്ടപ്പെട്ട ഉത്തരക്കടലാസുകൾ തിരിച്ചറിയാൻ യൂണിവേഴ്സിറ്റി നിലവിൽ സ്വീകരിച്ച രീതി കൈയക്ഷരം ഒത്തുനോക്കലാണ്. ഇത് നിയമാനുസൃതവും ശാസ്ത്രീയവുമല്ല. ഇതിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന്റെ പ്രധാന ഉത്തരവാദിയായ പരീക്ഷാ വിഭാഗത്തിന്റെ മേധാവിയായ എക്സാം കൺട്രോളറെ അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുവേണം ഈ അന്വേഷണം നടത്താൻ വേണ്ടി. കൌണ്ടർ ഫോയിലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ യൂണിവേഴ്സിറ്റി ഉത്തരക്കടലാസുകൾ ആരുടെയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള മാർഗമെന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് മാച്ചിങ് ആണ്. ആ കുട്ടികളുടെ ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പറിന്റെ പേപ്പറും അവരുടെ മറ്റേതെങ്കിലും ഒരു പേപ്പറുമായി ഹാൻഡ് റൈറ്റിംഗ് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇത് ആ കുട്ടിയുടേതായിരിക്കുമെന്ന് ധരിച്ചുകൊണ്ട് റിസൾട്ട് പുറത്തുവിടാൻ ആവശ്യമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിയമാനുസൃതമല്ല, അത് ശാസ്ത്രീയമല്ല, അതിലുപരി അത് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരാരും അത്തരത്തിലുള്ള ആളുകളില്ല. അതുകൊണ്ട് ആ രീതി നടത്തുന്നത് ശരിയല്ല, അത് നിയമത്തിന് വിധേയവുമല്ല. കൌണ്ടർ ഫോയിൽ എലി നശിപ്പിച്ചതാണെന്ന വിശദീകരണം വിശ്വാസയോഗ്യമല്ല. നഷ്ടപ്പെട്ട കൌണ്ടർ ഫോയിലുകൾ യൂണിവേഴ്സിറ്റിയിലുണ്ടെന്നറിയാൻ ഒഫീഷ്യൽ സെർച്ച് നടത്താൻ അധികൃതർ തയ്യാറാവണം. ബന്ധപ്പെട്ട വകുപ്പിലെ ജീവനക്കാർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തണം. ഈ സംഭവം യൂണിവേഴ്സിറ്റിയുടെ വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. NACCയുടെ ബി ഗ്രേഡ് അംഗീകാരം ലഭിച്ച യൂണിവേഴ്സിറ്റി ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥി വിരുദ്ധമായ ഒരു പറ്റം ഉദ്യോഗസ്ഥരാണ്. യൂണിവേഴ്സിറ്റി ആസ്ഥാനം മാങ്ങാട്ടുപറമ്പിൽ നിന്ന് മാറ്റുമ്പോൾ എതിർത്ത ആളുകൾ കണ്ണൂരിൽ യൂണിവേഴ്സിറ്റി സുരക്ഷിതമല്ല എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്നതിന്റെ ഭാഗമാണ്. മാസങ്ങൾക്ക് മുൻപ് കൌണ്ടർ ഫോയിൽ കാണാതായെന്നറിഞ്ഞിട്ടും രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. സിൻഡിക്കേറ്റിന്റെ ഉപസമിതി നടത്തുന്ന അന്വേഷണത്തിൽ കുറ്റക്കാർക്ക് നടപടി സ്വീകരിക്കുവാനോ സംഭവത്തിന്റെ ദുരൂഹത പറഞ്ഞുകൊണ്ടുവരാനോ കഴിയാൻ സാധിക്കുന്നതല്ല. ഈ അന്വേഷണം പ്രഹസനമാണെന്ന് സുദീപ് ജെയിംസ് പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ. നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥത കാരണം ചപ്പാരപ്പടവിൽ റോഡ് പണി നാട്ടുകാർ തടഞ്ഞു. ചപ്പാരപ്പടവ് നഗരവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡ് നവീകരണ പ്രവൃത്തിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. കേവലം 500 മീറ്റർ ദൂരം മാത്രമുള്ള റോഡ് വീതി കൂട്ടി മെക്കാഡൻ ടാറിംഗ് നടത്തുകയും 440 മീറ്റർ നീളത്തിൽ ഇരുഭാഗങ്ങളിലുമായി ഓവുചാലുകൾ നിർമ്മിക്കുകയും ചെയ്യേണ്ട പ്രവൃത്തിയാണ് മാസങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്നത്. റോഡിൽ നിന്ന് മാറ്റി സ്ഥാപിക്കേണ്ട വൈദ്യുതി തൂണുകൾ പലതും ഇപ്പോഴും ഓവുചാലുകളിലാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ കൂറ്റൻ പൈപ്പ് കടന്നുപോകുന്ന ഭാഗം താഴ്ത്താതെ കലുങ്ക് നിർമ്മിക്കാനാണ് കരാറുകാരൻ തയ്യാറായത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീതി കൂട്ടാനാവശ്യമായ സ്ഥലം ഏറ്റെടുത്തു നൽകിയിട്ടും നിർമ്മാണ പ്രവൃത്തി ഒച്ചിഴയുന്ന വേഗതയിലാണ് ഇപ്പോഴും നടക്കുന്നത്. ആവശ്യത്തിന് തൊഴിലാളികളോ ആയുധങ്ങളോ ഇല്ലാതെയും ഗുണനിലവാരമില്ലാത്ത കോൺക്രീറ്റ് പ്രവൃത്തികളും ആണ് ഇവിടെ നടക്കുന്നത്. പലതവണ അധികൃതരോടും കരാറുകാരനോടും പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാത്തതിനാലാണ് നാട്ടുകാർ ഒന്നടങ്കം നിർമ്മാണ പ്രവൃത്തി തടയാൻ നിർബന്ധിതരായത്. കരാറുകാരനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കരാറ് കൊടുത്ത ഉദ്യോഗസ്ഥനും ഗവൺമെന്റിനും ഉത്തരവാദിത്വം ഇല്ലേ? അല്ല, അതും ജനങ്ങൾ ചെയ്യണോ? അതാണ് ഇവർ പറയുന്നത്. പഞ്ചായത്തിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡ് ഇങ്ങനെ കൊട്ടി അടച്ചിട്ട് എത്ര നാളെ ജനങ്ങൾ അനുഭവിക്കുക? ജനങ്ങൾക്ക് ഗതാഗത സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? ബദൽ സംവിധാനം കൊടുക്കണ്ടേ? ഇവിടെ എന്താ ചെയ്തു കൊടുത്തിട്ടുള്ളത്? ഒരു സ്വകാര്യ വ്യക്തി ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കൂടി വേണം ജനങ്ങൾ ഇപ്പൊ കടന്നു പോവാൻ. ഇതും സഹിക്കണം ജനങ്ങൾ. ചെയ്യുന്ന പ്രവർത്തിക്ക് എന്തെങ്കിലും ഒരു മാന്യത വേണ്ടേ? പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന പ്രധാന റോഡിൽ കലുങ്ക് നിർമ്മാണത്തിനായി കുഴിയെടുത്തിട്ട് ആഴ്ചകളായിട്ടും കലുങ്കിന്റെ നിർമ്മാണം തുടങ്ങാൻ പോലും കരാറുകാരൻ തയ്യാറായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. മദ്രസ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സ്വകാര്യ വ്യക്തിയുടെ കടക്കുള്ളിൽ കൂടി വേണം മറുഭാഗത്തെത്താൻ. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമുണ്ടാകാത്ത പക്ഷം കൂടുതൽ പ്രദേശവാസികളെ അണിനിരത്തി പ്രക്ഷോഭ പരിപാടികൾ നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. സീൽ ന്യൂസ്, ആലക്കോട്. 8ാം ക്ലാസ് വിദ്യാർത്ഥി റമീസിന് ചക്കയും മാങ്ങയും വിദ്യാഭ്യാസത്തിനുള്ള ഉപാധികളാണ്. മുണ്ടയാട് സ്വദേശി റമീസ് ഇവ കണ്ണൂർ നഗരത്തിലെത്തിച്ച് കച്ചവടം നടത്തിയാണ് 8ാം ക്ലാസ്സിലേക്കുള്ള പാഠപുസ്തകങ്ങളും യൂണിഫോമും വാങ്ങിക്കുന്നത്. അവധിക്കാലത്ത് ചക്കയും മാങ്ങയുമായി കണ്ണൂരിൽ സ്റ്റേഡിയം കോർണറിലെത്തുകയാണ് റമീസ്.
വീട്ടിലെയും അയൽവക്കങ്ങളിലെയും ചക്കയും മാങ്ങയും ശേഖരിച്ചാണ് കണ്ണൂർ നഗരത്തിലെത്തുക. ചക്ക കിലോയ്ക്ക് 20 രൂപ, ചില ദിവസങ്ങളിൽ 500 രൂപ വരെ ലഭിക്കും. വാരം UP സ്കൂൾ വിദ്യാർത്ഥിയാണ് റമീസ്. വീട്ടിൽ ഉമ്മ മാത്രമേയുള്ളൂ. ചില ദിവസങ്ങളിൽ ഒരു സഹായിയെ കൂടി ഒപ്പം കൂട്ടിയാണ് റമീസിന്റെ കച്ചവടം. സീൽ ന്യൂസ്, കണ്ണൂർ. കോടീശ്വരനും TVS മോട്ടോഴ്സ് ഉടമയുമായ വേണു ശ്രീനിവാസനും സംഘവും 12-ന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ചെറുവിമാനത്തിലെത്തുന്ന സംഘം ചിറവക്കിലാണ് ഇറങ്ങുക. ചെന്നൈ ആസ്ഥാനമായി TV ശ്രീനിവാസ അയ്യങ്കാർ സ്ഥാപിച്ച വ്യവസായ സാമ്രാജ്യത്തിന്റെ ഉടമകളാണ് മകൻ ശ്രീനിവാസനും കുടുംബാംഗങ്ങളും. ചൊവ്വാഴ്ച രാവിലെ 10:30-ന് വിമാനമിറങ്ങുന്ന സംഘം 12:30 തിരിച്ചുപോകും. TVS മോട്ടോഴ്സിന്റെ ഓണർ സ്വകാര്യ സന്ദർശനത്തിനായി രാജരാജേശ്വര ക്ഷേത്രത്തിൽ വരുന്ന ചൊവ്വാഴ്ച സന്ദർശിക്കുന്നുണ്ട്. ടെലിഫോണിക് മെസ്സേജായിട്ടാണ് ഇവിടെ വിവരം ലഭിച്ചത്. എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ടെലിഫോണിക് മെസ്സേജായി വിവരം ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്ര വികസനത്തിനായി നിരവധി സംഭാവനകളും വഴിപാടുകളും അദ്ദേഹം നൽകുമെന്നും അഭ്യൂഹമുണ്ട്. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ഇരിണാവ് കള്ളുഷാപ്പിന് സമീപത്ത് റോഡ് നിർമ്മാണ പ്രവൃത്തിക്കിടെ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. ഇതോടെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ മുടങ്ങിയിരിക്കുകയാണ്. KSTPA റോഡ് നിർമ്മാണ പ്രവൃത്തിക്കിടെയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയത്. ഇതോടെ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയും തടസ്സപ്പെട്ടിരിക്കുകയാണ്. റോഡിന്റെ ഇരുവശവും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ സമീപത്തെ കച്ചവടക്കാർക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമാവുകയാണ്. തുടരെ ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടൽ ജനങ്ങളിൽ പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട്. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. ബാങ്ക് കോൺട്രാക്ച്വൽ ആൻഡ് കോൺട്രാക്ട് എംപ്ലോയീസ് ഫെഡറേഷൻ കണ്ണൂരിൽ ജില്ലാ ബാങ്ക് പരിസരത്ത് ധർണ നടത്തി. ചുരുങ്ങിയ വേതനം 15,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. CITU വൈസ് പ്രസിഡന്റ് K. അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണോ യഥാർത്ഥത്തിൽ ഇന്ന് സ്വകാര്യ മേഖലയിലായാലും ശരി, അതോടൊപ്പം തന്നെ സർക്കാർ മേഖലയിലായാലും ശരി, ഇന്ന് അവരുടെ ആവശ്യങ്ങളോടും വേതന വ്യവസ്ഥകളോടും മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്? അതേ അല്ല. M. മനോഹരൻ, VP അബൂബക്കർ, VM സജീവൻ, K. പ്രകാശൻ, MK പ്രേംജിത്ത്, CV കുഞ്ഞിരാമൻ, MV ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിൽ ഡിമെൻഷ്യ കെയർ സൊസൈറ്റി പ്രവർത്തനം തുടങ്ങി. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. ഈ രോഗം പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാത്തവരുടെ കുടുംബങ്ങളിലുണ്ട്. അവർക്ക് വേണ്ടി ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നവർക്കാണ് നമ്മുടെ കാർഡിയൻ ഒരു ഡേ കെയർ സെന്റർ. വളരെ നല്ല ആശയം. കാരണം അവിടെ എത്തിക്കാൻ നോക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കുറച്ചൊക്കെ അവർക്ക് ഇതിനൊക്കെ കുറച്ച് അവയർനെസ് ഉണ്ട്. ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് അവയർനെസ് ഉണ്ട്. ഈ രോഗം ഇങ്ങനെ രോഗം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമ്മുടെ സഹോദരങ്ങളെ ഒരു ഡേ കെയർ സെന്ററിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് അവർക്കൊരു പരിശീലനം, ആ പരിശീലനങ്ങൾ ദിനചര്യയാണല്ലോ. വിദ്യാഭ്യാസം ആരെയെടുത്ത് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ ചെറിയ തോതിലുള്ള ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ഡോക്ടർമാർ കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് കാർത്യായനി ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. മേയർ EP ലത ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. KM ഷാജി MLA ലോഗോ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ KA സരള മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ PV സജീവ് കുമാർ, CK സിദ്ധാർത്ഥ്, CK അശോകൻ, KK സലാം എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 24ാം സംസ്ഥാന സമ്മേളനം 2016 ജൂൺ 1 മുതൽ 4 വരെ തീയതികളിൽ കണ്ണൂരിൽ ചേരുകയാണ്. 2002 ചേർന്ന 10ാം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം 14 വർഷം കഴിഞ്ഞാണ് കണ്ണൂരിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനും പദവി വ്യത്യാസത്തിനും അതീതമായ ഐക്യപ്രസ്ഥാനത്തിന് മാത്രമേ സർവീസ് പെൻഷൻകാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ പെൻഷൻ സംഘടനകൾ യോജിച്ചുകൊണ്ട് 1992 കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU രൂപീകൃതമായത്. തുടർന്ന് കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ ഫലമായാണ് സർവീസ് പെൻഷൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. പെൻഷൻ സമൂഹം പൊതുവെ നിരവധി പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് 24ാം സംസ്ഥാന സമ്മേളനം ചേരുന്നത്. 2004 ജനുവരി 1 മുതൽ കേന്ദ്രത്തിലും
3 സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി 2013 ഏപ്രിൽ 1 മുതൽ കേരളത്തിലും നടപ്പാക്കാനിരിക്കുകയാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ലാതാക്കി പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയ നയങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് തുടരുകയാണ്. 1000-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സമ്മേളനങ്ങളും പ്രകടനം, പൊതുസമ്മേളനം എന്നിവയും സംഘടിപ്പിക്കുന്നു. സമ്മേളനത്തിന്റെ വിജയത്തിനായി വ്യത്യസ്ത രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ, ബഹുജന സർവീസ് പെൻഷൻ സംഘടനകൾ ഉൾക്കൊള്ളുന്ന സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. വാർത്താ സമ്മേളനത്തിൽ CP നാരായണൻ നമ്പ്യാർ, VP കൃഷ്ണപൊതുവാൾ, K കൃഷ്ണൻ, VV പത്മനാഭൻ, R രഘുനാഥൻ നായർ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും കണ്ണൂർ ആകാശവാണിയും സംയുക്തമായി ആരോഗ്യ ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ കണ്ണൂർ ചേംബർ ഹാളിലാണ് പരിപാടി. രോഗങ്ങളുടെ അവസ്ഥ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സാരീതി എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് സംശയം ചോദിക്കാൻ അവസരം ലഭിക്കും. ഇതിന് അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ വൈദ്യശാസ്ത്ര വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളെപ്പറ്റി ഇനി തൊട്ട് അടുത്ത മാസം തൊട്ട് ഫസ്റ്റ് സൺഡേ എല്ലാ മാസങ്ങളിലെയും ഫസ്റ്റ് സൺഡേ 3 മണി തൊട്ട് 6 മണി വരെ ഈ ആരോഗ്യജാലകം പ്രോഗ്രാം നമ്മൾ കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വെച്ച് നടത്തുന്നതാണ്. അപ്പം ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ, നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് നമ്മുടെ പൊതുജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഏത് വിഷയമാണെന്ന് നോക്കിയിട്ട് ഓരോ മാസവും നമ്മൾ ഒരു വിഷയം തിരഞ്ഞെടുത്തിട്ട് ആ ഡോക്ടർ അവിടെ പ്രസന്റ് ചെയ്തിട്ട് വളരെ വിശദമായിട്ട്, അപ്പം നമ്മൾ പൊതുജനങ്ങളെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ആരോഗ്യജാലകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ബോധവൽക്കരണ സെമിനാറിന്റെ ശബ്ദലേഖനം ആകാശവാണി നിലയം പ്രക്ഷേപണം ചെയ്യും. ആരോഗ്യജാലകത്തിന്റെ ഉദ്ഘാടനം 12-ന് 4:30-ന് ഗോകുലം മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ P ചന്ദ്രമോഹൻ നിർവഹിക്കും. കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ചേംബർ പ്രസിഡന്റ് സുശീൽ ആറോൺ അധ്യക്ഷനായിരിക്കും. പ്രൊജക്ട് വിശദീകരിച്ച് ആകാശവാണി പ്രോഗ്രാം മേധാവി K ബാലചന്ദ്രൻ സംസാരിക്കും. DMOമാരായ ഡോക്ടർ ബേബി PK, ഡോക്ടർ MS പ്രസന്നകുമാരി, ഡോക്ടർ G ശിവരാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സുശീൽ ആറോൺ, K ബാലചന്ദ്രൻ, സച്ചിൻ സൂര്യകാന്ത് എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ഇരിണാവ് ഹരിത പച്ചക്കറി ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ സംഭരണ, വിതരണ കേന്ദ്രവും ജൈവ ഉൽപാദനോപാധികളുടെ വിപണന കേന്ദ്രവും ഇരിണാവ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. P ഗോവിന്ദൻ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കേരള കൃഷി വകുപ്പ് ജൈവ കൃഷി പദ്ധതി പ്രകാരം അനുവദിച്ച ജൈവ അങ്ങാടിയിൽ വിഷരഹിത പച്ചക്കറികൾ, വിവിധ ജൈവ ഉൽപാദനോപാധികൾ എന്നിവ യഥേഷ്ടം ലഭിക്കും. K ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ഉൽപ്പന്ന സംഭരണ ഉദ്ഘാടനം കണ്ണപുരം കൃഷി ഓഫീസർ ബേബി റീന നിർവഹിച്ചു. വിൽപ്പന ഉദ്ഘാടനം T ചന്ദ്രൻ നിർവഹിച്ചു. P ശശികുമാർ, PK രാധാകൃഷ്ണൻ, K രാജീവൻ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. എയർഫോഴ്സിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയായ ബ്ലൂ വിംഗ് കുടുംബസംഗമവും വിഷു ആഘോഷവും കണ്ണൂരിൽ സംഘടിപ്പിച്ചു. കോർഡിനേറ്റർ KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TK പവിത്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR പീതാംബരൻ പ്രസംഗിച്ചു. കലാപരിപാടികളും നടന്നു. സീൽ ന്യൂസ്, കണ്ണൂർ. ശ്രീകണ്ഠാപുരം മുത്തപ്പൻ ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. കൊട്ടാരം ഇല്ലത്ത് ജയരാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. തന്ത്രിയെയും പ്രതിഷ്ഠാബിംബത്തെയും ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചതോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് കലവറ നിറക്കൽ ഘോഷയാത്രയും നടന്നു. സാംസ്കാരിക സമ്മേളനം ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ചയോടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമാകും. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. ചെങ്ങളായി തവറൂൽ ചുഴലി ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാദിന ആഘോഷവും തവറൂൽ പുതിയടത്ത് തറവാട് കുടുംബസംഗമവും നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സജീവ് മറോളി ഉദ്ഘാടനം ചെയ്തു. PP പ്രഭാകരൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. PP ശശിധരൻ, ഗോവിന്ദൻ നമ്പ്യാർ, നാരായണൻ നമ്പ്യാർ, KK ഇന്ദിര എന്നിവർ സംസാരിച്ചു. 80 വയസ്സ് തികഞ്ഞ മുതിർന്ന കുടുംബാംഗങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. കല്യാശ്ശേരി പഞ്ചായത്ത് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OV ഗീത അധ്യക്ഷത വഹിച്ചു. KP കമല, CP വനജ, സ്വപ്നകുമാരി, AV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും.
അഴീക്കോട് തുറമുഖത്തെ കാറ്റ് ഇടത്തോട്ടോ വലത്തോട്ടോ? UDF സ്ഥാനാർത്ഥി KM ഷാജിയെ LDF സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ നേരിടുമ്പോൾ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതം. പരമാവധി വോട്ടുകൾ പിടിച്ച് സാന്നിധ്യമറിയിക്കാൻ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AV കേശവനും എത്തുമ്പോൾ അഴീക്കോട് നടക്കുക ശക്തമായ ത്രികോണ മത്സരം. കോൺഗ്രസിൽ പ്രതിഷേധം നിലനിൽക്കെ തളിപ്പറമ്പിൽ പ്രചാരണത്തിനായി രാജേഷ് നമ്പ്യാർ ഗോദയിലിറങ്ങി. വ്യക്തിത്വത്തെ വിലയിരുത്തി കിട്ടിയ അംഗീകാരമായാണ് സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നതെന്നും കേരള കോൺഗ്രസിന്റെയും UDFന്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും രാജേഷ് നമ്പ്യാർ. മുസ്ലിം ലീഗ് കേന്ദ്രമായ ആലക്കോട് കുട്ടാപ്പറമ്പിൽ KC ജോസഫിനെതിരെ പോസ്റ്റർ. ലീഗ് സ്ഥാനാർത്ഥികളെ കാലുവാരി തോൽപ്പിച്ച വികസന വിരോധി KC ജോസഫിനെ പരാജയപ്പെടുത്തണമെന്ന് പോസ്റ്റർ. പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഒരു വിഭാഗം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പേരിൽ. ദേശീയപാത കീച്ചേരിയിൽ കാർ മറിഞ്ഞ് 2 പേർ മരിച്ചു. മരിച്ചത് തൃക്കരിപ്പൂർ സ്വദേശികൾ. 6 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.